നാളെ നീ ഒരു സ്ഥലം വരെ പോണം. പാലക്കലെ അരവിന്ദാക്ഷമേനോന്റെ വീട്ടിലേക്ക്. അയാൾക്കൊരു മോളുണ്ട്, നല്ല കുട്ടി, എല്ലാം കൊണ്ടും നിനക്ക് ചേരും. എന്റെ മരുമോളായിട്ട് ഈ തറവാട്ടിലേക്ക് വരേണ്ടത് ആ കുട്ടിയാണ്. എന്തു പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ஐயா வாங்க வாங்க. சௌக்கியமா? ஆமா ஐயா. பாப்போம். சரி ஐயா. ஐயா என்ன? பெரிய இறந்து போச்சு. നിങ്ങൾ ഇവിടുന്ന് പോയ ഉടനെ ആയിരുന്നു ഒരു നെഞ്ചുവേദന. പുറംപണിക്ക് വന്നവരാ കണ്ടത്. അപ്പോഴേക്കും என்ன கொடுக்கணும் புரியல. நாங்க എന്താ പേര്? சண்முகம். മകളുടെ മകൾ പേര് വന്ന് മകള് പറയട്ടെ. ഒരാഗ്രഹം മനസ്സിൽ. വൈകെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന്. സംശയിക്കണ്ട, ഇഷ്ടമായിരുന്നു.
ഈ മെഡൽ എനിക്ക് സമ്മാനിച്ചത് മുഖ്യമന്ത്രിയാ, ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന്. വൈക, ഈ മെഡലുകളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊന്നുണ്ട്. വാ. ഓരോ വിജയത്തിന്റെയും പിന്നാലെ അച്ഛൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. എന്തു വേണം നിനക്ക് ഗിഫ്റ്റായിട്ട്? അച്ഛൻ തന്ന ഗിഫ്റ്റാ. എന്തിനാ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണേ? ഓർമ്മകളാ വൈക, എന്റെ നഷ്ടങ്ങൾ. എനിക്ക് കിട്ടാതെ പോയ പലതും ഈ പന്തുകൾ എന്നെ ഓർമ്മിപ്പിക്കും. അമ്മയില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ. അമ്മ മാത്രമല്ല, സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വൈക, എന്നും. അമ്മ. പക്ഷെ ഇന്നു മുതൽ അങ്ങനെയല്ല. വൈകയുണ്ട് കൂട്ടിന്. വെറും വൈകയല്ല, വൈക. சொல்லுங்க பழனி. ஓகே, திருப்பி கூப்பிடுறேன். அங்க சிவகங்கையில மொத்த ஆளுகளும் വയലന്റ് ആച്ചെന്ന് താൻ പളനിവേൽ ഇപ്പൊ സ്വന്നത്. നമുക്കങ്ങ് പോണം സാർ. പോണം നാടാരെ. ഒരാളല്ല, 16 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. അതും പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോ വെട്ടേറ്റ്. എനിക്ക് പോണം. ശിവഗംഗയും അവിടുത്തെ ആളുകളും. എനിക്കവരെ കണ്ടേ തീരൂ. ആനാ അങ്ക സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആക്കാൻ പറയണം തന്റെ പളനിവേലിനോട്. ഇതെല്ലാമേ ഇങ്ങിருந்து കിടച്ച സാർ. നാടാരെ, പറഞ്ഞ് മനസ്സിലാക്കവരെ. ഞാൻ വന്നിരിക്കുന്നത് നിയമ ലംഘനായിട്ടല്ല, നിയമപാലകനായിട്ടാണ്. ചെല്ലേ അല്ലേ? ആ ഓരെ വന്നില്ലേ? അല്ലയാ சத்தம் போடாத. நான் சொல்றது கேளு. ஐயா நல்ல ஆளு, எல்லாம் சரி பண்ணுவாங்க. அமைதியா இரு, பிரச்சனை எல்லாம் தீர்த்துடும். ஐயாவை நம்பு. കണ്ണപ്പൻ, മുത്തുവേൽ, ശരവണൻ, പാണ്ഡ്യൻ. സാർ എല്ലാരുമേ പെരിയ ക്രിമിനൽ. എന്നാ സാർ? ഹേയ്, ഒന്നുമില്ല. നാടാരെ, സാർ ഇവരെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിടണം. എവിടെ നിന്നാണോ പിടിച്ചത് അവിടേക്ക് നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം. എന്നിട്ട് 2 ആളും എന്റെ ക്യാബിനിലേക്ക് വരണം. സാർ വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചു കളയണം മനസ്സിൽ നിന്ന്. സാർ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ്. അപ്പൻ മേനൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ. സാർ What is this? ഇത് വന്ന് പിരമിഡ് പോലെ ഇരിക്കും സാർ. പിരമിഡ് പോലെയല്ല, ദിസ് ഇസ് എ പിരമിഡ്. പക്ഷേ ഇതൊരു സാധാരണ പിരമിഡ് അല്ല. എ മിനിയേച്ചർ ഓഫ് ക്രിമിനലിസം. ക്രിമിനൽ വാഴ്ചയുടെ ഘടനാരൂപം. ഏറ്റവും മുകളിൽ ഒരാൾ ലൈക്ക് ദിസ്, പിന്നെ 2, ശേഷം 4. പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോറും. നാടാർ, താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ 4 പേരില്ലേ, അവർ ഈ താഴത്തെ നിലയിൽപ്പെട്ടവരാണ്. നോ യൂസ്. ഒരു കാര്യവുമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട്. കണ്ടില്ലേ, അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല. കൊളാപ്സ് ചെയ്തില്ല. ഇതുപോലെയാണ് ക്രിമിനലിസം.
താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത്. പോകുന്തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ, നിറയ്ക്കും അവർ. ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മുകളിലത്തെ ഈ 2 നിരയിൽപ്പെട്ടവർ. സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഒന്നാമനിൽ നിന്ന്. പറയൂ, ആരാണ് ശിവഗംഗയിലെ 16 പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ? ഇയാൾ. Come on, tell me. சார் செட்டியார், அவங்க வந்து XMB வரதராஜ செட்டியார். Then നമ്മൾ കാണുന്നു ഈ ചെട്ടിയാരെ.